ഹലോ, ചപ്പാത്തിക്കൊക്കെ എന്നും കടലയും ചെറുപയറുമൊക്കെ കഴിച്ചു മടുത്തെങ്കിൽ നമുക്കിന്ന് വ്യത്യസ്തമായൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പനീർ കറി, പനീർ മസാല ഉണ്ടാക്കാം. വളരെ സ്വാദിഷ്ടമാണ് ഈ കറി. എങ്കിൽ നമുക്ക് തുടങ്ങാം. ഇതിലേക്കായി 2 വലിയ തക്കാളിയും ഒരു 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി, ഒരു വലിയ സവോള, ഒരു 10 അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചത്, പിന്നെ 1 ടീസ്പൂൺ ജീരകവും 2 ഗ്രാമ്പും 1 ഏലക്കായും. തക്കാളിയും സവോളയും ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. അത് വഴറ്റാനുള്ളതാണ്, അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കേണ്ട. എങ്കിൽ നമുക്കിത് തുടങ്ങാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി അരച്ചു തന്നെ വയ്ക്കണം, ചതച്ചെടുത്താൽ പോരാ, കാരണം നന്നായി വഴറ്റാനുള്ളതാണ്. എന്നാൽ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് ആദ്യം 2 ടീസ്പൂൺ നെയ്യ് പാനിൽ ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് തന്നെ എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുക. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് റോസ്റ്റ് ചെയ്യുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് 2 ഗ്രാമ്പും 1 ഏലക്കായും, ഇത്രയേ വേണ്ടൂ, അതും ഇട്ടിട്ടൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഒരുവിധം റോസ്റ്റായി കഴിയുമ്പോൾ വലുതായി മുറിച്ച് വെച്ച സവാള ഇതിലേക്കിട്ട് ഒരുവിധം ഇളം ബ്രൗൺ ആവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റി എടുക്കണം. ഈ കളറായി കഴിഞ്ഞാൽ പിന്നെ കൂടെ മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് വഴറ്റാം. തക്കാളിയും ഇതൊക്കെ വഴറ്റുമ്പോൾ അതിൻ്റെ വെള്ളം കുറയുന്നതിനനുസരിച്ച് അല്പം ഫ്ലെയിം കുറച്ച് കൊടുക്കണം. അങ്ങനെ തക്കാളി ഒരുവിധം വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, വെള്ളം വേണ്ട, വെറും അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്ത് ഇളക്കി കൊടുക്കുക. അതും ഒരുവിധം റോസ്റ്റായി അതിൻ്റെ തീയോ കുറച്ച് നന്നായി റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഇവിടെ കാശ്മീർ പൗഡറാണ് എടുക്കുന്നത്, ഏതായാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ മുളക് ഇട്ട് അതും ഒന്ന് ചെറുതീയിൽ നന്നായി വഴറ്റി. ഇവിടെ വെള്ളം ഇപ്പോൾ ചേർക്കേണ്ട, കാരണം അതിൽ തക്കാളിയുടെ വെള്ളമൊക്കെ ഉണ്ട്. അതൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കാരണം ഇത് ഇനിയിപ്പോൾ കറിയിലേക്ക് ചേർക്കുന്ന മസാലയാണ്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പച്ച ചുവയൊക്കെ മാറൂ. അങ്ങനെ അത് വഴറ്റി അതിലൊരു തിള വരുമ്പോൾ ഒന്ന് മൂടി വെച്ച് അതൊന്ന് ഈ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. ഇതിൻ്റെ ആവി കൊണ്ട് തന്നെ അത് വെന്തുകൊള്ളും, വെള്ളം വരും. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കാരണം ഇത് അരച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ ഇത് വെന്ത് കഴിഞ്ഞ് തണിഞ്ഞാൽ നമ്മളൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി നന്നായി അരച്ചെടുക്കണം. ഇതാണ് ഈ നോർത്ത് ഇന്ത്യൻ കറികളുടെയൊക്കെ മസാല എന്ന് പറയുന്നത്. ഇങ്ങനെ വറുത്ത് അരച്ചെടുക്കുന്നതാണ് ഇവർ മസാലയായിട്ട് ഉപയോഗിക്കുന്നത്, തേങ്ങയ്ക്ക് പകരം. അത് വളരെ ഹെൽത്തിയാണ്. തേങ്ങ പോലെ അതിൻ്റെ എണ്ണയൊന്നും ഇറങ്ങുകയുമില്ല. ഇനി നമുക്ക് കറി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കാം. അതിലേക്കായി പിന്നീട് ഒരു 1.5 സ്പൂൺ നെയ്യിട്ടിട്ടുണ്ട്. ആ നെയ്യിൽ ഒരു കഷ്ണം പട്ടയും ചേർക്കാം, വേണമെങ്കിൽ അതിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. അതിലേക്ക് അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതൊക്കെ ചെറുതീയിൽ ചെയ്താലേ അതിൻ്റെ ടേസ്റ്റും ഒക്കെ കറക്റ്റായി വരും. അങ്ങനെ ഇത് നന്നായി വഴറ്റി വന്നാൽ അതിലേക്ക് ഒരു നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഈ പാകമാവണം. ഈ പാകമാകുമ്പോൾ അത് തീ വീണ്ടും കുറച്ച് അതിലേക്ക് ഈ കറിക്ക് ആവശ്യമായ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്തത്. നിങ്ങൾക്ക് ഒരു വലിയ എരിവൊന്നും ഉണ്ടാവില്ല, അത് കശ്മീരി മുളകാണ്. കുറക്കണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്ര ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ അതും ഒന്ന് ഇളക്കി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തക്കാളി, ഉള്ളി, അണ്ടിപ്പരിപ്പ് ഒക്കെ ചേർത്ത് അരച്ച് വെച്ച മസാല കൂട്ട് അതിലേക്ക് ചേർത്ത് ഒരല്പം മഞ്ഞൾ പൊടിയും അതിലേക്ക് ആവശ്യമായ ഒരു 1.5 ടീസ്പൂൺ പച്ച മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി. ഇതൊക്കെ ചെറുതീയിൽ നന്നായി ഇനി ഈ മസാല ഒന്ന് വെന്ത് വരണം. അതിനേക്കാണ് ചെറുതീയിൽ ഇതൊന്ന് വഴറ്റി എടുക്കുന്നത്. ഇതൊന്ന് വഴണ്ട് നല്ല ഏകദേശം എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ ആ സമയത്ത് അതിലേക്ക് 2 സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ച ഫ്രഷ് ക്രീമല്ല, ഞങ്ങൾ പാല് കാച്ചിയ പാടയിൽ നിന്ന് ക്രീം എടുത്ത് വയ്ക്കും നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി.
അതിൽ നിന്ന് ഒന്ന് ഫ്രീസറിൽ നിന്ന് കുറച്ച് മുന്നേ എടുത്തു വെച്ച ഫ്രഷ് ക്രീമാണ് ഈ ചേർത്തത്. 2 സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് ഒന്നിളക്കിയതിന് ശേഷം ഇത് കസൂരി മേത്തി നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ആ കസൂരി മേത്തി കയ്യിലിട്ട് ഒന്ന് ഉരസി ഈ കറിയിലേക്കിട്ട് അതും ഇളക്കുക. അത് ഇളക്കി കഴിഞ്ഞ് ആ സമയത്താണ് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നത്. ഒരുപാട് ഉപ്പ് ചേർക്കരുത്, കാരണം പനീറാണ്, വേറെ ഇതിൽ കൂട്ടുകൾ ഒന്നുമില്ല. അപ്പോൾ അതിന് അത്രയേ ഉപ്പ് വേണ്ടി വരൂ. കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഇതും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി അതൊക്കെ ഒന്ന് ഉരുകി തെളിഞ്ഞ് വരാനുള്ള സമയം കൊടുക്കുക. ആ സമയത്ത് ഒരല്പം വെള്ളം ചേർക്കണം. അപ്പോൾ നമ്മൾ അരച്ച മിക്സിയിലുള്ള ജാറ് കഴുകിയ വെള്ളം തന്നെ ഒഴിച്ച് നല്ല കൊഴുപ്പിൽ ഒന്ന് ചേർക്കണം. കാരണം ഇനി ഇത് കൂടുതൽ കുറുകാനൊന്നുമില്ല, ഒരല്പം വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഈ സമയത്ത് പനീറിൽ ഒരു 2 കഷ്ണം എടുത്ത് ഒന്ന് ഇതുപോലെ സ്ക്രേപ്പ് ചെയ്ത് ഇടണം. ഗ്രേറ്റ് ചെയ്ത് എന്തെന്ന് വെച്ചാൽ ഒരു കറിയിൽ ഒന്ന് വെറും പനീർ മാത്രമാകുമ്പോൾ ഒരു കൊഴുപ്പൊന്നും വരില്ല. അതിനാണ് അതൊന്ന് അവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിനാണ് പനീർ ഇങ്ങനെ ചിരവിയിടുന്നത്. അതിനുശേഷം പനീർ കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് തിളപ്പിക്കണം. ഇത് ഒരു 200 ഗ്രാമിൻ്റെ പനീർ ക്യൂബിൻ്റെ ഒരു പാക്കറ്റ് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഒരു 4-5 പേർക്കുള്ള കറി ഇതുണ്ടാകും, നന്നായി കഴിക്കുന്നവർക്ക്. അല്ലെങ്കിൽ അതിൽ കൂടുതൽ എത്തും. അതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളച്ച് പനീറിൽ ഈ മസാലയൊക്കെ അല്പം പിടിക്കുന്നത് വരെ ഒന്നിളക്കി കുറുകൻ വയ്ക്കുക. അത് കുറുകിക്കഴിഞ്ഞ് ഇറക്കാറാകുമ്പോൾ വീണ്ടും ഒരു 2 കഷ്ണം പനീർ കൂടി ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതും ഇതുപോലെ ആദ്യം നമ്മൾ കറിയിലിടുമ്പോൾ ഒരു 2 പനീർ മാറ്റി വെച്ചാൽ മതി. പിന്നീട് നന്നായി മുറിച്ച മല്ലിച്ചപ്പും ചേർത്ത് ഇളക്കി മൂടി വയ്ക്കാം. ഇനി ചപ്പാത്തി, പൂരി, വെള്ളയപ്പം എന്തിൻ്റെ കൂടെയും ഈ കറി നല്ല സ്വാദിഷ്ടമായ കറിയാണ്. ഒറിജിനൽ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ളത്. നിങ്ങളും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ്